ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? ഇടയ്ക്കിടെ നമ്മൾ കേൾക്കാറുള്ള ഒരു സംശയമാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്താണ്, അതെന്തിനാണ് കൊടുക്കുന്നത്? അങ്ങനെയല്ല. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് ന്യൂട്രിയൻസ് ആണ്. അതായത് നമ്മുടെ സസ്യങ്ങളായാലും മനുഷ്യരായാലും ആവശ്യം വേണ്ടുന്ന ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ സസ്യങ്ങളുടെ ന്യൂട്രിയൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒരു സസ്യം വളരുന്നതിന് വേണ്ടിയിട്ട് ബേസിക്കായിട്ട് വേണ്ടുന്ന കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്. അതാണ് മാക്രോ ന്യൂട്രിയൻസ്. അത് നമ്മൾ സാധാരണയായി കൊടുക്കുന്ന ജൈവവളങ്ങളിൽ നിന്നും NPK, എപ്സം സാൾട്ട് തുടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസറുകളിൽ നിന്നും ചെടികൾക്ക് ലഭിക്കാറുണ്ട്. ആ മാക്രോ ന്യൂട്രിയൻസ് കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിങ്ങനെയുള്ളതെല്ലാമാണ്. ഇത് കൂടാതെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യം വേണ്ടുന്ന കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. സിങ്ക്, അയൺ, മാംഗനീസ്, കോപ്പർ, ബോറോൺ അങ്ങനെ തുടങ്ങുന്നവയാണ് അത്. ഓർഗാനിക്കായി തന്നെ ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നല്ലൊരു മാർഗ്ഗമുണ്ട്. അത് നമ്മുടെ മുന്നേയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് കിച്ചൺ വേസ്റ്റിൽ നിന്നും ഉണ്ടാകുന്ന വളങ്ങൾ, അത് ലിക്വിഡായിരുന്നാലും അതല്ലാതെ കമ്പോസ്റ്റ് പോലെ ആക്കിയെടുത്തതായിരുന്നാലും അതിൽ നിറയെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ്. അതിൻ്റെ ചൊല്ലിയുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ പഴയ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം കൊടുത്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റ്സിൻ്റെ വളർച്ചയിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് കടകളിൽ നിന്നും വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഇത്. പൗഡർ ഫോമിലാണ് ഇതുള്ളത്. പ്ലാന്റിൻ്റെ വളർച്ചയെ അത് എൻഹാൻസ് ചെയ്യുന്നു. അതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിലും വിളകളും ധാന്യങ്ങളും കുറവാണ് നിങ്ങളുടെ കൃഷിയിൽ എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങി പ്ലാന്റ്സിന് കൊടുക്കാവുന്നതാണ്. സാധാരണയായി നമ്മൾ ചെയ്യുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ഫോളിയർ സ്പ്രേ അപ്ലൈ ആണ്. അതായത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതല്ല, നമുക്ക് ഡ്രെഞ്ചിങ് എന്നുള്ള രീതിയും നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫോളിയർ സ്പ്രേ ആണ്. 2 to 3 ഗ്രാം വരെ എടുത്തിട്ട് അത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് വാട്ടർ സൊല്യൂബിൾ ആണ്. അത് വേഗത്തിൽ തന്നെ വെള്ളത്തിൽ ലയിച്ച് ചേരുന്നതാണ്. 15 തൊട്ട് 20 ദിവസം കൂടുമ്പോൾ ഇത് റിപ്പീറ്റഡായി ചെയ്തു കൊടുക്കണം എന്നാണ് ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ പറഞ്ഞു കാണുന്നത്. ജൈവവളങ്ങളും നമ്മുടെ കൊടുക്കുന്ന ബൂസ്റ്ററുകളും അതുപോലെ കിച്ചൺ വേസ്റ്റ് വളങ്ങളും എല്ലാം കൊണ്ട് നിങ്ങളുടെ പ്ലാന്റ്സ് വളരെ ഹാപ്പിയായിട്ടും ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകമായി മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങി നിങ്ങളുടെ പ്ലാന്റ്സിന് ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചിലരുടെ പ്ലാന്റ്സിന് ഗ്രോത്ത് പ്രോബ്ലം ഉണ്ട്, അതുപോലെ പൂക്കളുണ്ടാകുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങി പ്ലാന്റ്സിന് കൊടുക്കാവുന്നതാണ്. ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടിയെല്ലാം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.